കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാവെന്ന് പറഞ്ഞതാണ് NH-66. അതിന്റെ പണികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ പല സ്ഥലത്തും അത് തകരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും അത് തകരാനുള്ള കാരണം എന്താണ്? ശരിക്കും ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി കൃത്യമായിട്ട് ഒരൊറ്റ സെൻറ്റൻസിൽ മറുപടി പറയാം, കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നിർവഹിക്കേണ്ടത്. നിർമ്മാണ ചുമതല പൂർണ്ണമായും അവരുടെ കയ്യിലാണ്. അതിനിപ്പോൾ മുഹമ്മദ് റിയാസിനെയോ പിണറായി വിജയനെയോ ഒന്നും കുറ്റം പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെ നമ്മളൊന്നും ഞെട്ടാനൊന്നുമില്ല. ഇതിനു മുമ്പ് ഷിരൂരിൽ ഇതുപോലെ തന്നെ ഒരു ദേശീയപാതയിൽ മണ്ണിടിച്ചിട്ടല്ലേ അർജുൻ മരണപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കൃത്യമായി ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെ നടക്കുന്ന അശാസ്ത്രീയമായ അഴിമതി നിറഞ്ഞ ഈ പറയുന്ന പണികൾ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ കാരണം എന്താണെന്നറിയോ? ആദ്യത്തെ കാരണം നമ്മളൊരു റോഡ് പണിയാൻ തീരുമാനിക്കുമ്പോൾ റോഡ് അങ്ങോട്ട് പണിയണേ. ലോകത്ത് മിക്ക ഡെവലപ്ഡ് കൺട്രികളും അങ്ങനെയല്ല റോഡ് പണിയുന്നത്. വളരെ കൃത്യമായ ഒരു പ്രദേശത്തെക്കുറിച്ച് പഠിച്ച് അവിടുത്തെ ഒരു 20 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന പ്രോബബിലിറ്റി, എത്രമാത്രം സാധ്യതകളുണ്ട്, എത്രമാത്രം വണ്ടികൾ കൂടുമെന്ന് പഠിച്ച് അവർ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ റോഡ് പണിയാൻ പറ്റും എന്നുള്ളത് പഠിച്ച് അതുവഴി മാത്രമാണ് റോഡ് പണി നടത്തുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തുകൂടി ഒരു റോഡ് ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ട് വികസിക്കുകയാണ്. ആ വികസിപ്പിക്കുമ്പോഴാണ് നേരത്തെ ഷിരൂര് മണ്ണിടിച്ചതുപോലെ ഇപ്പം കേരളത്തിലും ഇത് സംഭവിക്കുന്നു. ഇനി ഇതൊക്കെ സംഭവിക്കാനുള്ള ഒന്നാമത്തെ റീസൺ ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? കൃത്യമായ നിർമ്മാണം നടക്കാത്തതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഒരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു. ഈ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള അഴിമതികളുടെ ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മൾ കണ്ടത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതിക്ക് കൃത്യമായി നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനികൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് പണം കൊടുക്കുന്നത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അതിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി, ആദ്യത്തെ കമ്പനി ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ്. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് മേഗാ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന MEIL എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയും അവരുടെ 2 ഉപകമ്പനികളും കൂടി കൊടുത്തിരിക്കുന്നത് 1200 കോടിയാണ്. ഈ 1200 കോടി കൊടുത്ത കമ്പനികൾക്ക് ഞാൻ മറ്റ് ചില വീഡിയോകളിൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ബോംബെയിൽ അവർക്കൊരു പ്രൊജക്റ്റ് കിട്ടുന്നു, 140 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, അവർക്ക് 14,500 കോടി രൂപയുടെ പ്രൊജക്റ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്കറിയാലോ ഈ പറയുന്ന കമലേശ്വരം എന്ന് പറയുന്ന കാളീശ്വരം എന്ന് പറയുന്ന ഇറിഗേഷൻ പ്രൊജക്റ്റ്, അതിൽ 88,000 രൂപയായിരുന്നു. തെലുങ്ക് ദേശത്ത് BRS എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ 88,000 രൂപയായിരുന്നു. ആ 88,000 രൂപയിൽ നിന്ന് വീണ്ടും അതൊന്നുകൂടി പുതുക്കുമ്പോൾ 1,47,000 കോടി രൂപയായി മാറുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ അഴിമതി ആരോപിക്കപ്പെട്ട ഒരു പ്രൊജക്റ്റാണത്. ഇനി ഈ MEIL എന്ന് പറയുന്ന മേഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അതിൻ്റെ ഓഡിറ്റ് ജനറൽ തന്നെ പറഞ്ഞേക്കുന്നത് ഏതാണ്ട് 5,700 കോടി രൂപ സൗജന്യമായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ അഴിമതി നടക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഈ നമ്മുടെ കേരളത്തിലെ റോഡുകൾ പണിയുന്ന ആളുടെ പേരെന്ന് പറയുന്നത് നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ കമ്പനിയാണ്. അതാണ് ഈ പറയുന്ന പോലെ KNR എന്ന് പറയുന്നത് നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി, അദ്ദേഹത്തിൻ്റെ കമ്പനി അടക്കം ഇലക്ട്രൽ ബോണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തേക്കുന്നത് കോൺഗ്രസിനും ഈ പറയുന്ന BRSനും ഒക്കെ ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനത് ഉറപ്പുവരുത്തിയിട്ടില്ല, പക്ഷെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മളിവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിഹിതം കൃത്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിഹിതം കിട്ടുമ്പോൾ അഹിതമായിട്ടുള്ള ചില പണികൾ സംഭവിക്കും. അവിടെ ജനത്തിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മലപ്പുറത്ത് ഇപ്പോൾ ഇത് സംഭവിച്ചു, ഇപ്പോൾ കണ്ണൂരിൽ കൊപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചു. ഇലക്ട്രൽ ബോണ്ട് അവിടെ അഴിമതി നടന്നോട്ടെ, നമുക്കെന്താ എന്ന് വിചാരിക്കുന്ന ജനമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് അഴിമതികളുടെ ഏറ്റവും വലിയ അഴിമതി, ആ അഴിമതി പോലും യഥാർത്ഥത്തിൽ എന്ത് ചെയ്തില്ല, പുറത്തേക്ക് വന്നില്ല. പുറത്തേക്ക് വരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉന്നയിച്ചില്ല. കാരണം എന്താ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാശ് മേടിച്ചു. ഇനി കാശ് മേടിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അതായത് എന്താണെന്നറിയോ? ഇലക്ട്രൽ ബോണ്ട് വഴി ഞങ്ങൾ പണം മേടിക്കില്ല എന്ന് താത്വികമായി നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPM. CPMൻ്റെ അണികൾ ഇത് കേൾക്കുമ്പോൾ കോൾവെയർ കൊള്ളും. പക്ഷെ കോൾവെയർ കൊള്ളാൻ വരട്ടെ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നവയുഗ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഉത്തരാഖണ്ഡിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ നിർമ്മാണത്തിനിടയിൽ
അവിടെ വലിയ അപകടമുണ്ടായി 40ഓളം വരുന്ന തൊഴിലാളികൾ അകത്ത് കുടുങ്ങിപ്പോയൊരു ടണലുണ്ട്. ആ നവയുഗ കൺസ്ട്രക്ഷൻ, നവയുഗ എഞ്ചിനീയേഴ്സ്, അവരിൽ നിന്ന് എല്ലാ പാർട്ടികളും തന്നെ ഇതുപോലെ പണം മേടിച്ചിട്ടുണ്ട്. ആ നവയുഗ എഞ്ചിനീയറിൽ നിന്ന് ഏതാണ്ട് 2017 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, യഥാർത്ഥത്തിൽ 80 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴിയല്ലാതെ CPM കൈപ്പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആ കാശ് കൈപ്പറ്റുമ്പോൾ ഇവിടെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ നടക്കും. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് NHAയുടെ ഔദ്യോഗിക വക്താവ് വന്നിട്ട് ഒരു തവണ പറഞ്ഞത് മഴ, ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മഴയുള്ളത് കൊണ്ടാണ് പൊളിഞ്ഞത്. അപ്പോൾ സത്യത്തിൽ പുള്ളി ഇനി വല്ല താർമരുഭൂമിയിലും പോയി ഈ പറയുന്ന ഹൈവേ പണിയാനായിരിക്കും. ഇവിടെ മഴ ഉണ്ടാവുമെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇനി കൊപ്പത്ത് കണ്ണൂരൊക്കെയുള്ള അവസ്ഥ എന്താണെന്നറിയോ? ചെളി വെള്ളം വന്ന് വീടുകളിൽ നിറഞ്ഞേക്കാണ്. ഇതൊക്കെ ഈ കേരളത്തിലൊന്നും ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ലെന്നേ. പെട്ടിമുടി ദുരന്തം കുറേ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ലയങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള 3-6 തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുടെ പുറത്തേക്ക് മണ്ണിടിഞ്ഞു വീണ് മരിച്ചുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ അനുവദിക്കുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, ഈ നിർമ്മാണങ്ങളിൽ കമ്മീഷൻ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. ആ കമ്മീഷൻ അടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നടക്കുന്നത്. ഡിജിറ്റൽ വിഷൻ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മെഡിക്കൽ രംഗത്ത് സിക്കിമിലാണ് ഇത്തരം കമ്പനികളുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. സിക്കിം ക്രാന്തികാരി മോർച്ചക്കൊക്കെ കോടികൾ സംഭാവന കൊടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുള്ള കമ്പനികളാണ് ഇതെല്ലാം. ഈ കമ്പനികളിൽ ഒരെണ്ണമാണ് ഞാൻ പറയുന്നത് ഡിജിറ്റൽ വിഷൻ ഫാർമ. ഇവരുടെ മരുന്ന് കഴിച്ച് 1 വയസ്സിനും 3 വയസ്സിനും അടക്കമുള്ള കുട്ടികൾ 12 പേരാണ് കാശ്മീരിൽ മരിച്ചുപോയത്. പക്ഷെ ആ കമ്പനിയെ ഒരു തരത്തിലും നമ്മൾ ബാൻ ചെയ്തിട്ടില്ല, നിരോധിച്ചിട്ടില്ല. ഇപ്പം ഈ കേസിൽ ഈ പറയുന്ന റെഡ്ഡി KN റെഡ്ഡി എന്ന് പറയുന്ന നരസിംഹ റെഡ്ഡിയുടെ കമ്പനിയെ ബാൻ ചെയ്യുമെന്ന് കേൾക്കുന്നു. അവർ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അത്തരത്തിലുള്ള വലിയ കമ്പനികൾ ഈ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ കൃത്യമായി അഡ്വാൻസായി തന്നെ പ്രൊജക്റ്റുകൾ വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ MEAലൊക്കെ കൈക്കൂലി കൊടുക്കുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഓമന പേരിലോ സംഭാവന എന്നുള്ള പേരിലോ ഒക്കെ ഹിതമായതും അഹിതമായിട്ടുള്ളതൊക്കെ മേടിച്ച് കയ്യിൽ വെക്കുന്നത് കൊണ്ട് ഇതെല്ലാം നടക്കും. നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ ശബ്ദിക്കാൻ പോകുന്നില്ല. സാർ, അവിടെ കൂടിയിരിക്കുന്ന സാധാരണ ആളുകൾ തന്നെ പറയുന്നു ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്, ഇപ്പോൾ ഇവിടെ ഈ നിർമ്മിതി പറ്റൂല എന്നുള്ളത്. ഇപ്പൊ ഇത്രയും വലിയ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഈ സ്ഥലത്തെ കുറിച്ച് പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കിയില്ല എന്നാണോ, അത് അവർ ഇതിന് ലാഭം? അല്ല, നമ്മുടെ ഷിബിലി പറഞ്ഞിട്ടുള്ള ആ പയ്യന്റെ പേര് തന്നെ ഉണ്ടല്ലോ, എന്താണ് അവന്റെ പേര്? ഒരു അബ്ദുൽ ലത്തീഫ്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഇതിലും ഈ കല്ലിന്റെ പുറത്ത് എങ്ങനെയാണ് ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു സാധനം ഇതെങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യം നിരവധി ഡിപ്പാർട്ട്മെന്റുകളും എഞ്ചിനീയേഴ്സും ഉള്ള, അതായത് എൻവയോൺമെന്റൽ എഞ്ചിനീയർ മുതൽ സോയിൽ ടെസ്റ്റുകൾ നടത്തുന്ന ആളുകൾ മുതൽ അതുപോലെ നിരവധി ചീഫ് എഞ്ചിനീയർ മുതൽ ആർക്കിടെക്ട് മുതലുള്ള നിരവധി ടൗൺ പ്ലാനേഴ്സ് മുതലുള്ള നിരവധി ആളുകളുള്ള നമ്മുടെ നാട്ടിലെ ഇവർക്ക് NHA എന്ന് പറയുന്ന ഏറ്റവും വലിയ സംവിധാനമാണ്. ലോകത്തിലേക്ക് വെച്ച് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ചൈനയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഏറ്റവും വലിയ സംവിധാനങ്ങളിലൊന്നായിരിക്കും അത്. അപ്പോൾ അത്തരത്തിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു ദിവസം തന്നെ 3500-3500ഓളം കിലോമീറ്ററുകൾ പണിയുന്ന അത്രയും വലിയൊരു സംവിധാനത്തിന് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പം നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ വന്ന് സംസാരിക്കുന്നതായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഒരു പേപ്പറും ഇല്ലാതെ, പേനയില്ലാതെ, ഒരു ലാപ്ടോപ്പും ഇല്ലാതെ, ഒരു ഐപാഡും ഇല്ലാതെ, ഒന്നുമില്ലാതെ അദ്ദേഹം ഫ്രീ ഹാൻഡായി കൃത്യമായി ഈ പറയുന്ന റോഡിൻ്റെ വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ അപകടങ്ങളിൽ ഇപ്പോൾ അപഘാത് നിവാരൺ സമിതി എന്ന് പറഞ്ഞിട്ട്, അതായത് ബ്ലാക്ക് സ്പോട്ടുകൾ ഒഴിവാക്കുന്ന സമിതി അദ്ദേഹം മഹാരാഷ്ട്രയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇനി മുതൽ നമ്മുടെ റോഡുകളിൽ ഈ ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ 65% ആളുകൾ വലിയ തോതിൽ അപകടം പറ്റുന്നുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത്തരത്തിൽ ബോധമുള്ള ആളുകൾ പോലും എന്തുകൊണ്ടാണ് ഭരിച്ചിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വെച്ചാൽ വളരെ ക്ലിയർ ആണ്. അതാണ് നമുക്ക് ഇലക്ട്രൽ ബോണ്ട് കാണിച്ചു തന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ എൻ്റെ വാർത്തയൊന്നും വായിക്കില്ല, അതൊക്കെ പോട്ടെ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് തിരസ്കരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഷിബിലി ഇത് നടക്കുന്നത്. നിങ്ങൾ കറപ്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ഒരു സിസ്റ്റം തന്നെ അങ്ങേറ്റ കറപ്റ്റ് ആണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഒരു കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ച് കളയരുത്. അതാണ് എൻ്റെ കാര്യം. സാറിപ്പോൾ പറയുകയുണ്ടായി മന്ത്രി മുഹമ്മദ് റിയാസോ പിണറായി വിജയനൊന്നും ഇതിന് ഉത്തരവാദിയല്ല. അങ്ങനെ പറയാനുള്ള കാരണം?
ഒന്ന്, തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കുന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയോടാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള കാര്യവും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇതിനകത്ത് വഹിക്കാനില്ല. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടല്ലോ എന്നാണ്. ക്രെഡിറ്റ് എടുക്കും, ക്രെഡിറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിണറായി വിജയൻ്റെ ആരാധകനൊന്നുമല്ല എന്നുള്ളത് ഈ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ കടുത്ത വിമർശകനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ സത്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം 25% പണം ഭൂമി കൈമാറുന്നതിന് വേണ്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഏക സംസ്ഥാനമാണ് കേരളം. അങ്ങനെ സംസ്ഥാനം കൊടുത്തതിൻ്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നെടുത്ത് നമ്മൾ 6000 കോടി രൂപയിലധികം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ചില സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ചരൽ വേണം, മണൽ വേണം, അതുപോലെ ഈ പറയുന്ന പോലെ കല്ല് വേണം, ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ചില GSTകൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ GSTകൾ ഒഴിവാക്കി കൊടുത്തതിൻ്റെ ഭാഗമായി ആ ഒഴിവാക്കി കൊടുക്കുന്ന എമൗണ്ട് കൂടി കേരള ഗവൺമെൻറ്റിൻ്റെ ഷെയറിലേക്ക് കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അത്രയും ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെടാം. പക്ഷെ ഞാനും ഷിബിലിയും കൂടി ഒരു പരിപാടി ചെയ്യുന്നു, നേരെ ആ പരിപാടിയുടെ മുഴുവൻ എക്സിക്യൂഷൻ ഞാൻ 25% മാത്രം പണം നൽകുന്നു. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ മുഴുവൻ നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ തകർന്നു വീഴുന്നതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. പണിയുന്നതിൻ്റെ 75% ക്രെഡിറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പക്ഷെ പണിയുന്നതിൻ്റെ 75% ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പിരിക്കുന്ന 90,000 കോടി രൂപയിൽ കൂടുതൽ വരുന്ന ടാക്സിൻ്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1/3 1/4 താഴെ മാത്രമേ നമുക്ക് കൂടി പല സെഗ്മെൻറ്റുകളിലായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എന്നൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതെ വയ്യ, ഇപ്പം ഇതിനു മുമ്പിരുന്ന ഗവൺമെൻറ്റുകളൊക്കെ പണിതതിനേക്കാളും എടുത്തതിനേക്കാളും ഒക്കെ വലിയ തോതിലുള്ള ഉത്സാഹം ഇത്തരത്തിലുള്ള ഡെവലപ്മെൻ്റൽ വികസന പരിപാടികൾ കാണിക്കുന്നതിൽ മോദി ഗവൺമെൻറ്റും നിതിൻ ഗഡ്കരിയും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നോക്കേണ്ടത്. അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയൊക്കെ കുറ്റം പറഞ്ഞേക്കാം എന്നുള്ളത് തെറ്റാണ്. ഇതിൻ്റെ ഉത്തരവാദി തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റാണ്, NHAI ആണ്, അതിൻ്റെ മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം മറുപടി പറയേണ്ടതാണ്.